ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ ഓയിലിംഗ് മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീക്ക്ലി 2 ടൈംസ് ആണ് എൻ്റെ ഹെയർ വാഷ് ഡേ. ഒപ്പം തന്നെയാണ് ഞാൻ ഹെയർ ഓയിലിങ്ങും ചെയ്യുന്നത് കേട്ടോ. കൃത്യമായിട്ട് എങ്ങനെയാണ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഡാൻഡ്രഫ് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഹെയർ വാഷ് ഡേ എന്നാണോ ആ ദിവസം മാത്രം ഹെയർ ഓയിലിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുടി കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ആഴ്ചയിൽ 1-2 തവണ മാത്രം നമ്മൾ മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. മാത്രമല്ല ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി ഈരി കൊടുക്കാതിരിക്കുക. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ വേണം കോമ്പ് ഉപയോഗിച്ചിട്ട് മുടി ഈരി കൊടുക്കാൻ. അതും കുറച്ച് വൈഡായിട്ടുള്ള കോമ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന രീതി ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. ഒപ്പം തന്നെ റോസ്മേരി ഓയിൽ വെച്ചിട്ടാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാതിരിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അതോടൊപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് വേണം റോസ്മേരി ഓയിൽ അപ്ലൈ ചെയ്യാൻ. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷനൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ നോക്കണേ. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ ചെറിയൊരു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പാത്രത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഇവിടെ കാച്ചിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ 1:2 എന്ന അനുപാതത്തിലാണ് ഞാനിവിടെ റോസ്മേരി ഓയിലും എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുടിയുടെ തിക്നെസ്സിനും ലെങ്ത്തിനും അനുസരിച്ചിട്ട് ഈ ഒരു അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇതിന് മുകളിലോട്ട് നമ്മളൊരു പാത്രത്തിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ ചെറിയൊരു ചൂട് വന്നതിന് ശേഷം നമുക്കിതെടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഓയിൽ മിക്സ് ചെയ്യുക, ദെൻ നമ്മുടെ ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക, ഹെയർ ഓയിലിംഗ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ചെറിയൊരു മസാജ് ചെയ്യുക, ലീവ് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് മാക്സിമം നമ്മളതൊന്ന് തലയിൽ വെച്ചേക്കണം. ദെൻ വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മെത്തേഡാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. ആഴ്ചയിൽ 2 തവണയാണ് ഈ ഒരു ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതെങ്കിലും കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്. ഒരു 3 to 6 മന്ത് വരെ നമ്മളിത് ഫോളോ ചെയ്യുവാണെങ്കിൽ 100% റിസൾട്ട് നിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ. റോസ്മേരി ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാൾ അധികമായി. നല്ല പോലെ ബേബി ഹെയർസൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു റോസ്മേരി ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കോമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? വൈഡ് ടൂത്ത് കോമ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് വഴി ഫ്രിക്ഷൻസ് കുറയ്ക്കാനും ബ്രേക്കേജ് ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഹെയർ ലെങ്ത് ഒക്കെ ഉള്ളവർ നമ്മുടെ ഹെയർ സെക്ഷൻ ചെയ്ത് വേണം ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടോ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ചിട്ടോ നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ ഹെയർ റൂട്ട്സിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹെയർ ലെങ്ത്തിലോട്ട് ഒരുപാട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല. എസ്പെഷ്യലി നിങ്ങളുടെ ഹെയർ ഓയിലി ഹെയർ ആണെങ്കിൽ ഒട്ടും തന്നെ ഓയിൽ നമ്മുടെ ലെങ്ത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കാരണം ഇതൊരുപാട് മുടി കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. സർക്കുലർ മോഷൻ മെത്തേഡിലാണ് ഞാനിവിടെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുവഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിനിമം 30 മിനിറ്റ്സ്, ബെസ്റ്റ് 1 to 2 hours വരെ നമുക്കിത് തലയിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഒരു ഹെയർ ഓയിലിംഗ് നമുക്ക് ഓവർനൈറ്റ് കൂടി ചെയ്യാം കേട്ടോ. പക്ഷേ എല്ലാവർക്കും അത് സെറ്റ് ആവണം എന്നില്ല. ഞാനിവിടെ എൻ്റെ സ്കാൽപ്പിൽ മുഴുവൻ
അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള എണ്ണയാണ് കേട്ടോ ഹെയറിൻ്റെ ലെങ്ത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കണ്ടീഷണറും കൂടി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ 2 ടൈംസ് വാഷ് ചെയ്ത് നമ്മുടെ തലയിലുള്ള ഓയിൽ മുഴുവനായിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ഈ ഓയിൽ നമ്മുടെ തലയിൽ പറ്റിപ്പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഫുൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുവഴി തലയിൽ ഡാൻഡ്രഫൊക്കെ വരാൻ വേണ്ടിയിട്ടും വഴിയുണ്ട്. അതുകൊണ്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ മാക്സിമം 2 ടൈംസ് ഒക്കെ വാഷ് ചെയ്ത് ഓയിൽ ഫുള്ളായിട്ട് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.